ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. തൻ്റെ അടുത്തേക്ക് വരുന്ന രോഗികൾ സ്ത്രീകളാണെങ്കിൽ അവൻ്റെ സ്വഭാവം മാറും. ഇവനൊക്കെ ഒരു ഡോക്ടർ എന്ന് വിളിക്കാൻ സാധിക്കുമോ? ഏത് MBBS കോളേജിൽ നിന്നാണ് ഇവന് പാസ് ഔട്ടായത്? തൻ്റെ കൂട്ടുകാരിയെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ വന്നതാണ്. ഒരു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം റെസ്പെക്റ്റാണ് സാധാരണക്കാർ അല്ലെങ്കിൽ പേഷ്യൻ്റ് രോഗികൾ കൊടുക്കുന്നത്. ആ ഒരു അവസരം മുതലാക്കുക എന്ന് പറഞ്ഞാൽ തല്ലി കൊല്ലാൻ ആളില്ലാത്തത് കൊണ്ടാണ്. നോക്കുക, ഒരു പെൺകുട്ടി ഹോസ്പിറ്റലിൽ വന്നു. ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് ഫിസിക്കലി ആ പെൺകുട്ടിയെ വളരെ മോശമായിട്ട് ഉള്ളൊരു പെരുമാറ്റം ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാവുക. നമുക്ക് വീഡിയോ കാണാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സമയം കളയേണ്ട, വീഡിയോ കാണാം. നോക്കുക, കൺസൾട്ടിംഗ് റൂമാണ്. ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. എന്തായാലും ഒരു വീട്ടമ്മ തൻ്റെ അയൽവാസിയെയും കൂട്ടിയിട്ട് ആശുപത്രിയിൽ വന്നു. ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിലേക്ക് കയറി. എന്നിട്ട് ഡോക്ടർ ചോദിച്ചു, സ്വാഭാവികമായിട്ടും നമ്മളോടൊക്കെ ചോദിക്കുന്നത് തന്നെയാണ്, എന്താണ് അസുഖം, എപ്പോഴാണ് തുടങ്ങിയത്, എന്തൊക്കെയാണ് ഇറിറ്റേഷൻസ് എന്നൊക്കെ ചോദിക്കും. സ്വാഭാവികമായിട്ടും ആ ഒരു പേഷ്യൻ്റ് സ്ത്രീ പറയുന്നു, തലവേദനയുണ്ട്, അതുപോലെ തന്നെ കൈകാലുകൾ ഭയങ്കര കടച്ചിലാണ്, വേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കൈ നീട്ടാൻ പറഞ്ഞു. എന്ത് ചെയ്തു? പരിശോധിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നോക്കുക, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ നാറി ചെയ്യുന്ന പരിപാടി നോക്കുക. തൻ്റെ അടുത്തേക്ക് വന്ന രോഗിയോട് പരിശോധിക്കുന്ന സമയത്ത് ആ ഡോറ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ അയാൾക്ക് കുറച്ചും കൂടെ കംഫർട്ട് ആവാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തു? ഡോർ ക്ലോസ് ചെയ്തു. എന്നിട്ട് വീണ്ടും ആ ഒരു ചെയറിൽ വന്നിരുന്നിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അയാൾ നല്ല എക്സ്പീരിയൻസ്ഡ് കേട്ടോ ഈ കാര്യത്തിൽ. വർക്കിംഗ് എക്സ്പീരിയൻസ് അല്ല പറഞ്ഞത്, ഈ കാര്യത്തിൽ അയാൾക്ക് വ്യക്തമായ പ്ലാനിങ് ഉണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതുള്ളത്. നോക്കുക, പരിശോധിച്ച സ്ഥലം തന്നെ വീണ്ടും വീണ്ടും പരിശോധിക്കുകയാണ്. കയ്യിൽ കയറി പിടിക്കാനുള്ള അവസരം അയാൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുകയാണ്. മറ്റേ ആ സ്റ്റെതസ്കോപ്പ് എന്തോ സംഭവില്ലേ, ആ കുത്തി കണക്കുന്നത് ആ സാധനം വെച്ചിട്ട്, എൻ്റെ പേര് വ്യക്തമല്ല, ആ സാധനം വെച്ചിട്ട് പരിശോധിക്കുകയാണ്. അത് പിന്നെ ഏത് ഡോക്ടറും ചെയ്യുന്ന പരിപാടിയാണ്. പാരമാ ചെറ്റ ചെയ്യുന്ന പരിപാടി നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ്. പക്ഷേ ആ ഒരു വീട്ടമ്മയെ സംഭവം അടിപൊളിയാട്ടോ. കാരണം ഡോക്ടർ എന്നുള്ള റെസ്പെക്റ്റ് ഒക്കെ വന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അയാളുടെ സ്വഭാവം മനസ്സിലാക്കിയപ്പോൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. റിയാക്ട് ചെയ്യണം, പ്രതികരിക്കണം. അതേത് കൊമ്പത്തുള്ള ആളാണെങ്കിലും പ്രതികരിക്കണം. ഫൈനലി ആ ഒരു വീട്ടമ്മക്ക് തന്നെ വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നിയപ്പോൾ ഇത് സംഭവം എന്നറിയാം, പോലീസിനെ വിളിക്കാന്ന് പറഞ്ഞു. പോലീസിനെ വിളിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, ഫോണെടുത്ത് വിളിക്കുന്ന കണ്ടിട്ടുണ്ട്. ആ ഡോക്ടർ മാപ്പൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ വിട്ടാൽ മതിയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒളിച്ച് കിട്ടിയിട്ട് കൂമ്പിലിട്ട് 2 അടി കൊടുത്താൽ അവൻ്റെ സൂക്കട മാറി കിട്ടും. എന്താ ചെയ്യലേ? ഓരോരോ ഞാൻ പറയുന്നില്ല. ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ മാറ്റി കാണാം. ബൈ ഫ്രണ്ട്.